60 ഗ്രാം വെർമിസെല്ലിയും 1 ലിറ്റർ പാലും കൊണ്ട് തയ്യാറാക്കിയെടുത്ത പായസത്തിൻ്റെ റെസിപ്പിയാണിത്. മധുരത്തിനായിട്ട് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. 500 ml 2 പാക്കറ്റ് പാല് നന്നായിട്ട് കാച്ചിയെടുത്ത് വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം. ഇനി നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കശുവണ്ടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ എല്ലാം വീർത്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി അതേ നെയ്യിൽ നമുക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലിയാണ് ചേർക്കുന്നത്. ഇനി കയ്യിലുള്ളത് റോസ്റ്റഡ് വെർമിസെല്ലി ആണെങ്കിൽ ഈ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. പാലൊന്ന് അരിച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെർമിസെല്ലിയും പാലും കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പായസത്തിന് ഞാൻ 6 ഏലക്കയാണ് ചേർക്കുന്നത്. ഏലക്ക പൊടിക്കുന്നില്ല, പകരം കഴുകിയതിന് ശേഷം ഒന്ന് കുരുവെല്ലാം നന്നായിട്ട് ചതച്ച് ഏലക്കയുടെ തൊലി ഒന്നും വേർപെട്ട് പോകാത്ത തരത്തിൽ ചതച്ചാണ് ഞാൻ എപ്പോഴും ഏലക്ക ചേർക്കാറുള്ളത്. അതാകുമ്പോൾ പായസം റെഡി ആയി കഴിയുമ്പോൾ ഏലക്കയുടെ തൊലി എടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും. വെർമിസെല്ലി എല്ലാം ചേർത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വേവൊക്കെയായി. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ പകുതി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാരയെല്ലാം ഉരുകി കഴിയുമ്പോൾ ബാക്കിയുള്ള 1/2 ലിറ്റർ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് കുറുക്കിയെടുക്കുക. ആദ്യം ചേർത്ത് കൊടുത്ത ഏലക്കയെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കോരി മാറ്റണം. നമുക്ക് എത്രത്തോളം കുറുകിയ പായസം വേണോ അതിന് 1-2 മിനിറ്റ് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യണം. ബാക്കി ഈ പാനിൽ തന്നെ ഇരുന്ന് കുറുകി കിട്ടും. ഇനിയിപ്പോൾ ആദ്യം വറുത്ത് വെച്ച കശുവണ്ടി മുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ പരുവത്തിലാണ് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത്. ഒരല്പം ലൂസായിട്ടുള്ള പായസമാണിത്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷമാണ് ദാ ഈ കാണുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം പായസം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായി കിട്ടും. അരമണിക്കൂറിന് ശേഷം നമ്മുടെ പായസം ദാ ഇത്രയും കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരല്പം കശുവണ്ടി മുന്തിരിങ്ങ കൂടെ വിതറി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.